ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴേ വീണയുടെ എക്സ്പ്രഷൻ എങ്ങനെയാ അറിയാം? ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഞാനിനി അടുത്ത അല്ലേ ഞാൻ അടുത്ത ഈ ലൈനിൽ എനിക്ക് ഇങ്ങനെയാണ് വീണ നോക്കുന്നത്. ഞാൻ പിന്നെ എന്ത് പറയണ കുട്ടി. ഈ ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ എത്ര പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാരും പറയും മാതൃത്വം ഒരു സ്ത്രീയെ മാറ്റിമറിക്കുമെന്ന്. മാറ്റിമറിച്ചോ? മറിച്ചിട്ടുണ്ടല്ലോ, തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്ര കാലം മാറ്റിമറിച്ചിട്ട് എനിക്ക് തിരിയണമെന്ന് ആഗ്രഹമൊന്നും പറ്റണില്ല. ഫ്രണ്ടായി മാത്രം കണ്ടു കഴിഞ്ഞാൽ അമ്മയായിട്ട് കാണില്ല. അതൊരു പ്രശ്നമുണ്ടോ? ദേഷ്യം പറഞ്ഞാൽ ദേഷ്യം വഴക്കണോന്ന് പറയും. വീണയെ കുറിച്ചിട്ടൊരു ഒരു ജനറൽ അനാലിസിസ് പറയാ. പറഞ്ഞു ചേച്ചി. ഈ വണ്ടി എങ്ങോട്ടാ പോണേ? ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ആകെ ഉള്ളത്. അതിന് നമ്മളെ വീട്ടിലെ കാര്യം നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, സംഭവമൊന്നുമല്ല. ഇതിന് ഭ്രാന്തെന്നും പറയാം. உங்களுக்கு என்ன வேணா கேளு, நான் என்ன வேணாலும் சொல்றேன். என்ன சொல்லும்? എല്ലാവരും വീട്ടിൽ நல்லா இருக்காங்களா? തമിഴിലേക്ക് മാറുമ്പോഴത്തേക്കും വേറൊരു പൂർണിമയെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഇന്നലെ ഭയങ്കര ലിവിങ് ഇൻ ദ മൂമെന്റ് ആണ്. ഭയങ്കര ഹാപ്പിയാണ്. ഈസ് ഓൾവേസ് വെരി ഹാപ്പി. പ്രാർത്ഥനയാണെങ്കിലോ ഭയങ്കര കെയർ ഫ്രീ ആ. നക്ഷത്രയാണെങ്കിലും പോലെ, മല്ലികാമ്മയാണെങ്കിലും സ്ട്രെങ്ത്. പൃഥ്വിരാജിലേക്ക് വന്നു കഴിഞ്ഞാലോ ഹാർഡ് വർക്ക്. സുപ്രിയ മേനോൻ. ഷീസ് എ ഗോ ഗെറ്റർ. ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയത് മികച്ച സംരംഭകയ്ക്കാണ് 2020 മികച്ച വനിതാ സംരംഭകയ്ക്കാണ്. അങ്ങനെ പറയാനുണ്ടാവുന്ന കാരണം എന്തായിരിക്കും? എനിക്ക് അറിയത്തില്ലേ. ബുദ്ധി ഉപയോഗിക്കും വീണ. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം? സാധ്യമാക്കാം RAG ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ചുകൾ. പൂർണിമ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് വീണ. താങ്ക് യു സോ മച്ച്. ഇന്ന് ചേച്ചിക്കും എനിക്കും ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? എന്താ? കളറാണ്. അയ്യോ അല്ല, അതിലും വലിയ സിമിലാരിറ്റി. നമുക്ക് രണ്ടുപേർക്കും സുഖമില്ല. അതെ, രണ്ടുപേരും പനിച്ച് ഒരു രക്ഷയില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ അതിലും വലിയ എനർജറ്റിക് ആയിട്ട് നമ്മുടെ കാര്യം ചോദിച്ചു. സാർ ഇത് എനിക്കൊരു അസുഖമായിട്ട് തമിഴ്നായിട്ട് കൊടുക്കരുത്. ഓക്കെ അല്ലേ? ചേച്ചി റെഡി അല്ലേ? ഞാൻ റെഡിയാണ്. ഞാനും റെഡിയാണ്. അപ്പൊ നമുക്ക് ഒരു കട്ടിൽ ഒരു മുറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഭർത്താവിനോട് ഭയങ്കരമായ സ്നേഹമുള്ള ഒരാളെയാണ് എനിക്ക് ആ സിനിമയിൽ കാണാൻ സാധിച്ചത്. ചേച്ചിയും കല്യാണം കഴിഞ്ഞ് 21 വർഷം പൂർത്തീകരിച്ച ആളാണ്. 22ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ഈ 22 വർഷത്തെ വിവാഹ ജീവിതം ചേച്ചി എന്ത് പഠിപ്പിച്ചു? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ പഠിച്ചതാണോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ നമ്മളുടെ ലൈഫ് ജേർണി ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലൈഫാണ് ഇൻഡിവിജ്വലി. ഇപ്പോൾ അച്ഛനമ്മമാരാണെങ്കിലും നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴേ വീണയുടെ എക്സ്പ്രഷൻ എങ്ങനെയാ അറിയാം? ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഞാനിനി അടുത്ത അല്ലേ ഇതിനകത്തുനിന്ന് ഞാനിനി എന്ത് ഞാനിനി എടുക്കാം ഞാൻ അടുത്ത ഈ ലൈനിൽ ഇങ്ങനെയാണ് വീണ നോക്കുന്നത്. ഞാൻ പിന്നെ എന്ത് പറയണ കുട്ടി. ഞാനൊരു ആൻസർ പറയുമ്പോ വീണ ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ ഈ ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ എത്ര പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ എത്ര കാലമായിട്ട് ചെയ്ത പരിപാടിയാണ് ഞാനത്. സത്യം ചേച്ചി, നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി അല്ലേ? ഞാൻ പിടിച്ചു നിൽക്കാനുള്ള ഒരു തത്രപ്പാട് അല്ലേ? ഞാൻ 15 വയസ്സോട്ട് ചെയ്ത് തുടങ്ങിയ കാര്യമാണ്. അതാണ് ചേച്ചി. ചേച്ചിക്ക് എത്ര വയസ്സായി? 45. 30 വർഷമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. കുറെ കാലം ചെയ്യണ്ടല്ലോ ഇപ്പൊ. ചേച്ചി, നമ്മള് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്തെങ്കിലും നമ്മളൊന്ന് ഒരു അറ്റംപ്റ്റ് നടത്തേണ്ടതുണ്ട്. അല്ല, അത്രയും ഇന്റർവ്യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ചെയ്തിരിക്കുന്ന ഷോസ് അത്യാവശ്യം ജീവിതപാഠങ്ങൾ തന്നെയാണ്, സ്പെഷ്യലി ഇന്റർവ്യൂസ്. പക്ഷെ ഇന്റർവ്യൂസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഒരു ഇന്നത്തെ പോലത്തെ ഒരു ഇന്റർവ്യൂ ലാംഗ്വേജ് ആയിരുന്നില്ല ഞാൻ ചെയ്തിരുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. അതെ, ചേച്ചിയുടെ ഭാഷയിലുണ്ടത്. ആ ഒരു അച്ചടി ഭാഷയിൽ നിന്ന് ചേച്ചിയെ പുറത്തു കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചേച്ചി ഇല്ല, ഞാൻ ഇതിൽ നിന്ന് വരില്ല, എന്നെ എത്ര ശ്രമിച്ചാലും ഞാൻ വരില്ല. ഞാൻ നേരത്തെ വീണ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാം. നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഇൻഡിവിജ്വലി അവരവൻ്റെ ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമ്മൾക്ക് തെറ്റുകൾ പറ്റാം, ശരികൾ വരാം, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവാം. അത് നമ്മൾ തരണം ചെയ്യാം. വിക്ടറി ഉണ്ടാവും, സക്സസ് ഉണ്ടാവും, ഫെയിലിയർ, ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം ഇതെല്ലാം നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോ പാസഞ്ചർ മേ ബി വിറ്റ്നസ് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമുക്ക് വീണ് പോകുന്നിടത്ത് നമുക്ക് ആ ഇമോഷണൽ സപ്പോർട്ട് തരാനും, ആൻഡ് നമ്മൾ ജയിക്കുന്ന സ്ഥലത്ത് നമ്മളെക്കാളും സന്തോഷിക്കാനും, നമ്മൾ തോക്കുന്ന സ്ഥലത്ത് നമ്മൾ തോൽക്കാൻ അത് അനുവദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ. അതിപ്പോൾ ഹസ്ബൻഡ് ഭൂരിപക്ഷവും വിവാഹങ്ങളിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പ് കണ്ടുവരുന്നത്. കമ്പാനിയൻഷിപ്പ് എന്നാണ് അതിനെ പറയുക. ആക്ച്വലി കമ്പാനിയൻഷിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്
എൻ്റെ വിവാഹത്തിലൂടെ. അതിനുശേഷം 2 കുട്ടികളും കൂടെ ജീവിതത്തിലേക്ക് വന്നു. സാധാരണ എല്ലാരും പറയും മാതൃത്വം ഒരു സ്ത്രീയെ മാറ്റിമറിക്കും. മാറ്റിമറിച്ചോ? മറിച്ചിട്ടുണ്ടല്ലോ, തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, ഞാൻ പൊതുവെ മനസ്സിലാക്കിയത് കാലേ മാറ്റിമറിച്ച് എനിക്ക് തിരിയണമെന്ന് ആഗ്രഹം പറ്റില്ല. അല്ല, പക്ഷെ ചേച്ചിയുടെ ഒരു ഗുണം എന്താണെന്നറിയോ? വളരെ നേരത്തെ കല്യാണം കഴിക്കുകയും വളരെ നേരത്തെ കുട്ടി ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് കുട്ടിക്ക് അമ്മയെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ? അതിന് വേറൊരു ദോഷമുണ്ട്. അതെന്താണ്? ഫ്രണ്ടായി മാത്രം കണ്ടു കഴിഞ്ഞാൽ അമ്മയായിട്ട് കാണില്ല. അതൊരു പ്രശ്നമുണ്ടോ? ദേഷ്യം പറഞ്ഞാ ദേഷ്യം വഴക്കണോന്ന് പറയും. അങ്ങനെയല്ല, എനിക്ക് മറിച്ചെന്താന്ന് അറിയില്ലല്ലോ. ഞാനിപ്പോ നേരത്തെ കല്യാണം കഴിച്ചു, നേരത്തെ കുട്ടികളായി, എനിക്ക് എൻ്റെ രീതിയിലേ അറിയുള്ളൂ. ഇപ്പൊ മറിച്ചെന്താണെന്നുള്ള കേട്ടുകേൾവിയുള്ളൂ. സത്യമാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ആ പാത സഞ്ചരിച്ചിട്ടില്ല. ഇതൊന്നും അറിയാത്ത ഞാനാണ് ഇവിടെ ചോദിച്ചത്. യു നെവർ നോ, നമുക്കറിയില്ല. എവറി ജേർണി ഈസ് ഡിഫറെന്റ്. എവറി പാരന്റിങ് ഈസ് ഓൾസോ വെരി ഡിഫറെന്റ്. നമുക്ക് പറ്റുന്ന രീതിയിൽ, ശരിയെന്ന് തോന്നുന്ന രീതിയിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് വരുത്തണം എന്നതാണ് എല്ലാ മാതാപിതാക്കളും വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ അപ്രോച്ചസ് ആണ് ഈ ഇതുള്ളൂ. പിന്നെ ജനറൽ പാരന്റിങ് എന്ന് പറഞ്ഞ സമൂഹം വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനിങ് ഉണ്ട്. അതുമായി മാച്ച് ചെയ്യാൻ ഇത് ശ്രമിക്കും. പക്ഷെ പൊതുവെ ചേച്ചി ഒരു വളരെ ലിബറൽ ആയ മദറാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അങ്ങനെയാണോ? ആരാണത് പറഞ്ഞത്? ഐ വോണ്ട് ടു നോ ഹൂ യുവർ സോഴ്സസ്. സോഴ്സ് ഒന്നും കേട്ടി ഇത് സോഴ്സുകളൊന്നും പറയില്ല ചേച്ചി. പിന്നെ ആ സോഴ്സ് അടഞ്ഞു പോയാലോ? അതുകൊണ്ട് പറയുന്നല്ലോ. അതല്ല, ഇതിപ്പോ ഞാനല്ല പറയേണ്ടത്, എന്റെ കുട്ടികളല്ലേ പറയണ്ടേ. എന്നാലും അല്ല, സത്യം നമ്മളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചിക്ക് ഒരു അമ്മായിയമ്മയുണ്ട്. മല്ലികാന്റി അങ്ങ് വന്നിരുന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസിന്റെ ഒരു വലിയ ബണ്ടിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കഥകൾ കൊണ്ട് അങ്ങ് ആറാടുകയാണ്. അത്രയും കഥകളാണ്ട് ആറാടാൻ ആ മക്കൾക്ക് ആർക്കെങ്കിലും കഴിവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? മക്കളുണ്ട്, മരുമക്കളുണ്ട്, ഇത്രയും നന്നായിട്ട് അമ്മയെ പോലെ ഒരു കാര്യം പ്രസന്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മള് ഈ ചാനലുകാർക്ക് അത് കൊടുക്കാറില്ല എന്ന് മാത്രം. ഇത് കേൾക്കുന്നുണ്ടോ? അമ്മയ്ക്കെല്ലാം അറിയാം. അമ്മ സർവകലാ വല്ലഭയാണ്. അതെ, അത് സത്യമാണ്. ആ ഒരു പാതയാണോ പിന്തുടരുന്നത്? കാരണം അതിന്റെ ഇപ്പോഴും ഈ പ്രായത്തിന് വളരെ എൻഗേജ്ഡ് ആണ്, വളരെ ബിസിയസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചേച്ചി സിനിമ ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, വീട്ടുകാരെ നോക്കുന്നു, പ്രാണ നടത്തുന്നു. എല്ലാരും അങ്ങനെയല്ലേ? വീണ അങ്ങനെയല്ലേ? വീണ എനിക്ക് ഇന്ന് രാവിലെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ലേ വീണ അവിടെ വന്നിരിക്കണേ. 24 മണിക്കൂർ തികയുന്നില്ല. പക്ഷേ ആർക്കും സത്യമാണത്, നമുക്ക് ആർക്കും തികയില്ല. 24 മണിക്കൂർ കൊണ്ട് തീരാൻ പറ്റുന്ന ജോലികളല്ല നമ്മുടേത്. അതിപ്പോ വീണയ്ക്ക് കുട്ടികളും വേറെ ബിസിനസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വീണയ്ക്ക് സമയമില്ല. അതുപോലെ തന്നെയുള്ളൂ എനിക്കും. അതെ അതെ. പക്ഷെ എനിക്ക് അമ്മയുടെ ഇതിനകത്ത് അമ്മയുടെ പ്രായത്തിൽ അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അമ്മയുടെ പ്രായത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റണേ, എനിക്കതിനുള്ള ആരോഗ്യം ഉണ്ടാവുമെന്നല്ല എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ അതൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ കാര്യം പറയാനാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ കാര്യം പറയാനാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആണ് അവരുടെ രീതിയിൽ. കാരണം എൻ്റെ അച്ഛൻ 80 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും സോളോ ട്രാവൽ ചെയ്യും ഒറ്റയ്ക്ക്. ഇന്ന് രാവിലെ ഇവിടെ വഴക്കടിച്ചിട്ടാണ് ഞാൻ വന്നത്. കാരണം പേടിയാണ് എനിക്ക് വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോഴേ. അപ്പോൾ പക്ഷെ അതാണ്, അതിനുള്ളൊരു മനസ്സുണ്ടാവുക, അതിനുള്ള ആരോഗ്യം ഉണ്ടാവുക എന്നെല്ലാം പറയുന്നത്. അതൊക്കെ നമുക്ക് വേണം. അതൊക്കെയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ബാക്കി ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ നമ്മള് കോൾഡ് ആയിരിക്കുമ്പോൾ, ഫീവർ ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഞാൻ പറയട്ടെ. പറയൂ. ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു പാട്ടാണ്. ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ? എന്റെ പൊന്നു വീണ, എന്തോ ഏത് പാട്ടാണെന്ന് ചേച്ചിക്ക് അറിയാലോ, കാരണം എല്ലാവരും ആദ്യം പറയുന്ന പാട്ടും. ആദ്യം തന്നെ വീണയുടെ ഇൻട്രൊഡക്ഷനെ ഈ ചോദ്യം വെച്ച് നോക്കുമ്പോ വീണയെ കുറിച്ചിട്ടൊരു ജനറൽ അനാലിസിസ് പറയാ. പറഞ്ഞു ചേച്ചി. ഈ വണ്ടി എങ്ങോട്ടാ പോണേ? ജോൽസി പഠിച്ചിട്ടോ? ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും പനിയെല്ലാം മാറി ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം കേട്ടോ. പുതിയ വീട്ടിലേക്ക് മാറുകയല്ലേ, അപ്പൊ ഞങ്ങളെ വിളിച്ചാൽ മതി, വരാം. എന്താ? അല്ല അങ്ങോട്ട് ഇല്ല, വിളിക്കാം തീർച്ചയായിട്ടും. ക്യാമറ ഇല്ലാതെ വരണം. പക്ഷെ അങ്ങനെ ഉണ്ടല്ലേ? ക്യാമറ ഇല്ലാതെ വരും, നിറയെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഓക്കെ, അടുത്തതാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ ആ പ്രിയപ്പെട്ട ആ ഒരു സാധനം എന്താണ്? ഫേർണിച്ചർ പീസാണോ ചോദിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞു വെച്ചു, കുഴപ്പമില്ല, എന്തുവേണമെങ്കിലും പറയാം. ഫേർണിച്ചർ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കാന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, പക്ഷെ അത് ഉണ്ടാക്കി എടുപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തന്നെ വരച്ച് ചേച്ചി ഫർണിച്ചർ വരെ വരച്ചുണ്ടാക്കിക്കോ?
എങ്ങനെ ചേച്ചി ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ആകെ ഉള്ളത്. അതിന് നമ്മളെ വീട്ടിലെ കാര്യം നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, സംഭവമൊന്നുമല്ല, ഇതിന് ഭ്രാന്തെന്നും പറയാം. അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫർണിച്ചർ ഉണ്ടാക്കാൻ പോകുന്നു. അല്ലല്ല, അങ്ങനെയല്ല. അവനോണ്ട് വീട്ടില് ഉപയോഗിക്കുന്ന ചില കാര്യം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചേർന്ന രീതിയിൽ ഡിസൈൻ ചേർന്ന് പോകണം, അങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒന്നും വാങ്ങില്ല എന്നൊന്നുമല്ല, എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ബേസിക്കലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൈമാറി വന്നിട്ടുള്ള സാധനങ്ങളാണ്. അതായത് എനിക്കിപ്പോൾ എൻ്റെ പേരൻസ് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനം അവർക്ക് അതിൻ്റെ ഒരു മെമ്മറി ഉണ്ടാവും. അങ്ങനെ ഇപ്പം പാത്തൂനെ കിടത്തി ഉറക്കിയിരിക്കുന്ന കട്ടിൽ ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്. അതിപ്പോൾ എല്ലാ വീട്ടുകളിലും ഉള്ള പോലെ. പക്ഷെ അത് കുഞ്ഞിനെ ഉറക്കണ കട്ടിൽ നിന്നും മാറി അതൊരു സോഫയായി ഇരിക്കുന്ന ഒരു സോഫയ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു നമ്മൾ ഈ ഡ്രേപ്സ് ഒക്കെ തൂക്കിയിട്ടിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് പീസാക്കി വേറെ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അനിയത്തിയുടെ അനിയത്തിക്ക് കുഞ്ഞായപ്പോൾ അത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് വീണ്ടും കുഞ്ഞിൻ്റെ തൊട്ടിലായി. ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ വീട്ടിലൊരു കട്ടിലുണ്ടെങ്കിൽ എല്ലാ കാലത്തും അത് കട്ടിൽ തന്നെയാണ്. ഇങ്ങനെ അതിനിങ്ങനെ രൂപാന്തരം സംഭവിക്കും. അത് ഞാൻ ചെയ്യും. വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് ഓപ്ഷൻസ് കുറേ ഉണ്ട്. പെട്ടെന്ന് പോയാൽ പണി കഴിയും. ലാഭം അത് തന്നെയാണ് കേട്ടോ. പണിയിപ്പിക്കാൻ നിൽക്കുന്നതൊന്നും ലാഭമുള്ള പരിപാടിയൊന്നുമല്ല. നമ്മളിവിടെ മരപ്പണിയെ കുറിച്ചാണോ ലാഭം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ടില് മാറ്റി മുറിയിലേക്ക് വരാം. വീട്ടിലെ മുറി അല്ല, നമുക്ക് സത്യം പറയാം വീണ, ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ വീട് മാറുന്ന ഒരു ഫേസിലാണ്. ഞാൻ രാവിലെ വീണയുടെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഒരു വെയർ ഹൗസ് ആണ്, ഒരു ഗോഡൌണിൽ വന്ന് നമുക്ക് ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ വന്നോളൂ, നിങ്ങൾ നിലത്തിരുന്ന് നമുക്ക് സംസാരിച്ചല്ല ഇന്റർവ്യൂ ഒക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു ഫേസിലൂടെ ഞാൻ പൊക്കോണ്ടിരിക്കണം. കാരണം ഒന്ന് ഈ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിലുള്ള സാധനങ്ങൾ വീണ്ടും നമുക്ക് റീഫർബിഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുക, അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞങ്ങൾ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിച്ച സോഫ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. 21 വർഷം മുൻപത്തെ സോഫയോ? അതെല്ലാം ഉണ്ട്. അടുത്തേക്ക് വന്നല്ലേ ചേച്ചി, എത്ര ഈസി ആയിട്ട് എങ്ങനെ തമിഴ് പറയുന്നേ? ഞാൻ തമിഴത്തി ആയതുകൊണ്ട്. ആണോ? ശരിക്കും? വീട്ടിലിപ്പം എവറിഡേ തമിഴ് സംസാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. എൻ്റെ മദർ ടങ്ക് തമിഴാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം ഈ പറയുന്ന പോലെ തമിഴ് ഭാഷ വളരെയധികം, അത് എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ലേസ് ചെയ്തിരിക്കുന്ന തമിഴ് ഭാഷയിലാണ്. ഈ തമിഴ് ഒരു പാട്ട് പോലെ എന്തെങ്കിലും ഒരു കാര്യം പറയാമോ എന്ന് ചോദിച്ചാൽ ചേച്ചി ഇപ്പൊ എന്ത് പറയും? എന്ത് വേണേ പറയാം. என்ன வேணா கேளுனா எதை வேணாலும் சொல்றேன். என்ன சொல்லும் എല്ലാവരും വീട്ടിൽ നല്ല ഇരുക്കാங்களா? തമിഴിലേക്ക് മാറുമ്പോഴത്തേക്കും വേറൊരു പൂർണിമയെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു അല്ലേ ചേച്ചി? ഇത് ഈ കമന്റ് പലപ്പോഴും കേട്ടിട്ടുണ്ടോ? അത് ശരി പറയണ്ടത്. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഷാനവാസാണ്, ഡയറക്ടർ. ഹായ് എൻ്റെ അക്കമ്മ എന്ന് പറഞ്ഞു ഞാൻ തമിഴ് പറഞ്ഞപ്പോൾ. കാരണം ബേസിക്കലി എനിക്ക് തമിഴ് ഭാഷയുടെ സംഭവമാണല്ലോ, അതെൻ്റെ പരിപാടിയൊന്നുമല്ല. അത് ഭാഷയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, മ്യൂസിക്കൽ ലാംഗ്വേജും കൂടി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മുറി ഒരു കട്ടലിനെ കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ട്രെയിലറിൽ വന്ന് കമന്റുകൾ നമുക്കൊരു റിയാക്ഷൻ ചെയ്യാം ചേച്ചി. ആദ്യത്തെ കമന്റ്, അതായത് എന്നെ ഗൈഡ് ചെയ്യുന്നോട്ടോ, ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എല്ലാം ഇതിപ്പോ എനിക്ക് പറയാൻ പാടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഹിന്റ് പോലും കിട്ടാത്ത ടീസർ, സൂപ്പർ മേക്കിംഗ്. അതെന്താ ഞങ്ങൾക്ക് ഒരു ഹിന്റ് പോലും അതിൽ തരാതെ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതെ അല്ലേ? അങ്ങനെയാണല്ലേ? സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ടീച്ചറല്ല, സിനിമയുമായിട്ട് ബന്ധമുള്ള ടീച്ചർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പോലും കിട്ടാത്തല്ലേ. നന്നായിട്ടുണ്ട് ചേച്ചി. നിഗൂഢതയുള്ള പേരും നിഗൂഢതയുള്ള ടീച്ചറും. അതിനകത്ത് എങ്ങനെ സിനിമയിൽ ഭയങ്കര നിഗൂഢതയുണ്ടോ? ഇതൊരു സിമ്പിൾ റോം കോം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിഗൂഢത ഉണ്ടോ എന്ന് വെച്ചാൽ സിനിമയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാവാം, അറിയില്ല. ഓക്കെ, അടുത്തതാണെങ്കിൽ ഒരു കട്ടിൽ ഒരു മുറി. നാളിതുവരെ ഇറങ്ങിയ സിനിമാ ടൈറ്റിലുകളിൽ ഉഗ്രൻ സാധനം അല്ലേ? അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി പറഞ്ഞിരുന്നോ? എനിക്ക് ഒന്നാമത്തെ കാര്യം പലേരി സാറിന്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഇടുന്ന ടൈറ്റിലുകളെല്ലാം തന്നെ മലയാള സിനിമ പ്രേക്ഷകർ ഒരു കാലഘട്ടങ്ങൾ പാസ് ചെയ്ത് പോയാൽ പോലും, എത്ര ജനറേഷൻസ് മാറിയാലും ആ പേരുകൾ മനസ്സിൽ അത്രയും നമ്മൾ സന്തോഷത്തോടു കൂടി സൂക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമ പേരുകൾ അല്ലേ. അത് പൊന്മുട്ടയിടുന്ന താറാവാണെങ്കിലും, നമ്മളുടെ 1 മുതൽ 0 വരെ ആണെങ്കിലും, മേലെ പറമ്പിൽ ആൺവീടാണെങ്കിലും, ആ സിനിമയ്ക്ക് ഇതിലും ആ ടൈറ്റിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറൊരു ടൈറ്റിൽ ചിലപ്പോൾ ഒട്ടും ആലോചിക്കാൻ പറ്റുന്നേ ഇല്ല. ശരിയാണ്. അതുപോലെ അത് വളരെ പ്രധാനമായ ഒരു കാരണം. പിന്നെ സിനിമ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും നല്ല ഉചിതമായിട്ടുള്ളൊരു ടൈറ്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ ഏത് ഇന്റർവ്യൂ എടുത്താലും, ഈ ഒരു താര കുടുംബത്തിന്റെ ഏത് ഇന്റർവ്യൂ എടുത്താലും
ബാക്കിയുള്ള വീട്ടുകാരെ കുറിച്ച് ചോദിക്കാതെ എന്ത് ഇന്റർവ്യൂ എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയല്ല, അത് വീണയുടെ അവസ്ഥ. അയ്യോ, ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെ. എല്ലാ ഇന്റർവ്യൂസ് തന്നെയാ പറഞ്ഞു. ചോദിച്ചോളൂ. നമ്മുടെ വീട്ടിലെല്ലാവരും ഇപ്പൊ അമ്മായിയമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരുടെയും എന്തെങ്കിലും ഒരു ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടാവില്ലേ, എല്ലാവരും ഇഷ്ടം ഒരു ക്വാളിറ്റി അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ. എനിക്ക് ഒരെണ്ണം പറഞ്ഞാൽ മതി, പാർട്ട്ണറുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട്. ഇന്ദ്രൻ്റെയോ? ഇന്ദ്രൻ ഭയങ്കര ലിവിങ് ഇൻ ദ മൂമെന്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഈസ് ഓൾവേസ് വെരി ഹാപ്പി. പ്രാർത്ഥനയാണെങ്കിലോ? ഭയങ്കര കെയർ ഫ്രീ ആണ്. അച്ഛന്റെ ഏകദേശം ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നല്ലേ? ക്യാരക്ടർ ഭയങ്കര സിമിലർ ആണ് രണ്ടുപേരും. ഭയങ്കര കെയർ ഫ്രീ ആണ്, ഹാപ്പി കൂളൊക്കെ നക്ഷത്രയാണെങ്കിലും എന്നെ പോലെ. ഓ അത് ശരി. നക്ഷത്രയാണെങ്കിലോ? കാം ആൻഡ് പേഷ്യൻ്റ് ആണ്. മല്ലികാമ്മയാണെങ്കിലോ? സ്ട്രെങ്ത് മാത്രമല്ല, മിക്ക ലൈഫിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഹ്യൂമർ കാണാൻ അമ്മ ശ്രമിക്കാറുണ്ട്. ഭയങ്കര സ്ട്രോങ് ആണ്, ഇന്നർ സ്ട്രെങ്ത് ഭയങ്കരമാണ്. പൃഥ്വിരാജിലേക്ക് വന്നു കഴിഞ്ഞാലോ ചേച്ചി നോട്ടീസ് ചെയ്തിട്ടുള്ള ചേച്ചി? ഹാർഡ് വർക്ക്. സുപ്രിയ മേനോൻ ഭയങ്കര സിമിലർ ക്വാളിറ്റീസ് ആണ് രണ്ടുപേരുടെയും, അനിയൻ്റെയും സുപ്രിയയുടെയും. ഷീസ് എ ഗോ ഗെറ്റർ. സോ ഷീ ഐ തിങ്ക് ആ ഒരു ഈ ഹാർഡ് വർക്കുമായിട്ട് ഭയങ്കര സിമിലർ ആണത്. ജസ്റ്റ് ഒരാളെ കൂടെ ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അലങ്കൃതയെ കുറിച്ച്. അയ്യോ വേണ്ട, അവളുടെ എന്തെങ്കിലും ഒരു കുഞ്ഞാവല്ലേ? ഇപ്പോഴും എല്ലാവർക്കും ഒരു കുഞ്ഞുവാവ തന്നെയാണല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടിയാ ആണോ? നമുക്ക് വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിലെ ക്യാരക്ടറും യഥാർത്ഥ ജീവിതത്തിലെ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒന്ന് ഭാഷയോടുള്ള സ്നേഹം, സംഗീതത്തിനോടുള്ള സ്നേഹം. എനിക്ക് എല്ലാവരോടും സ്നേഹമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അവരെന്താ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ഉണ്ട്. ഐ ഓൾസോ ട്രൈ ആൻഡ് ഹെൽപ്പ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഭയങ്കര ലിവിങ് ഇൻ ദ മൂമെൻ്റ് ആണ് അക്കമ്മ. ഞാൻ അങ്ങനെ ലിവിങ് ഇൻ ദ മൂമെൻ്റ് അല്ല. ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കും. പെരിഫറലായിട്ട് മാത്രം അല്ല, ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. ഈ പ്രാണ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഒരു യങ് ഓണ്ടർപ്രണർക്ക് ചേച്ചി കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പം എന്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് കാലം ഇറങ്ങിച്ചെന്ന് ഒരു മുതലാളിയല്ലാതെ തൊഴിലാളിയായി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് പഠിച്ചിട്ട് വേണം മുന്നോട്ടിറങ്ങും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച് ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് മുതലാളി കളിച്ചിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അതല്ല വഴി. നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇറങ്ങിച്ചെന്ന് അത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മളത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഹാർഡ്ഷിപ്സ് എന്താണെന്ന് മനസ്സിലാവണം. എന്നാലാണ് അതിൻ്റെ റൂട്ട് കറക്റ്റാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ പറയുന്ന പോലെ എളുപ്പമായിരിക്കും ഗൈഡ് ചെയ്യാൻ, ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്യാൻ. പക്ഷേ ഒരു ബന്ധമില്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് വീട്ടുകാരുടെ പാർട്ട്ണറുടെ ഒക്കെ റെസ്പോൺസ് എന്തായിരുന്നു? ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇത്രയും 10 വർഷം ഇത് നിൽക്കും, ഇതിന് ഇത്രയും ഒരു റീച്ച് ഉണ്ടാകും, പുറത്തുനിന്നുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ വേർട്ടിക്കൽസും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അന്ന്. ആ സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളായി, എനിക്ക് ബിസി ആയിട്ടിരിക്കണം, എനിക്കൊരു ജോലി ചെയ്യണം, ഞാൻ താമസിച്ചിരുന്ന സ്ഥലം, ജീവിച്ചിരുന്ന രീതി എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് ഈ ബിസിനസ്സാണ്. അങ്ങനെയാണ് ഈ പ്രാണ എന്ന് പറയുന്ന ബിസിനസ് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ്. എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തുടങ്ങണം, കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഉടുപ്പ്, കോട്ടൺസിൽ ഹാൻഡ് മെയ്ഡ്, അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ യാത്രയിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ എനിക്ക് വേണ്ടി ഷോസിനിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് കയറിയിട്ടത്തേക്ക് എൻ്റെ കൂടെയുള്ള സിനിമയിലുള്ളവർ തന്നെ അവരുടെ എല്ലാ പേഴ്സണൽ പ്രോഗ്രാംസിനും പേഴ്സണൽ വാർഡ്രോബിനും എല്ലാം ക്ലോത്ത്സ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എന്നാൽ പിന്നെ ഇതൊരു ബിസിനസ് ആക്കി കൂടെ ഇവരെല്ലാവരും കൂടെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പം വെറുതെ ഇരുന്ന് ഇത് തന്നെയാണ് ഞാൻ 24/7 ചെയ്തുകൊണ്ടിരിക്കണേ, അപ്പം പിന്നെ എന്നാൽ ഇതൊരു ബിസിനസ് ആക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങുമായിരുന്നു. സത്യം പറഞ്ഞത് ഇതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ദ്രനോട് പറഞ്ഞിരുന്നു, നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഏതെങ്കിലും ഒരു സിനിമയിൽ നമുക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിക്കും, സ്വാഭാവികമല്ലേ അഭിനയിക്കുന്ന സമയത്തല്ലേ. എനിക്ക് പക്ഷേ എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയത്
മികച്ച സംരംഭകയ്ക്കാണ് 2020 മികച്ച വനിതാ സംരംഭകയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ഭയങ്കര പഴയതാണ്, പഴയ അല്ല ഞാൻ പറയാം. പക്ഷെ നമ്മൾ ആലോചിക്കില്ല, നമ്മുടെ ജേർണി നമ്മൾ തുടങ്ങുമ്പോൾ ഇത് എങ്ങോട്ടേക്കാണ് പോകണേ നമുക്ക് അറിയില്ല. ഫ്യൂച്ചർ ഓൾവേസ് ഹാസ് എൻ അൺസർട്ടനിറ്റി. അത് ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, സ്പോണ്ടേനിറ്റി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അവിടെ നിന്ന് പിന്നീട് മുന്നോട്ടുള്ള യാത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കുക തന്നെയായിരുന്നു. ഇന്ന് 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ തുടങ്ങിയ ഒരു വ്യക്തിയല്ല ഇന്ന്. ഞാൻ പഠിച്ച കാര്യങ്ങൾ വളരെയേറെയാണ് എൻ്റെ ജീവിതത്തിൽ. തൊഴിലിലുമാവട്ടെ ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലും എന്നെ അത് വളരെയധികം മാറ്റിയിട്ടുണ്ട്. മകളുടെ കോസ്റ്റ്യൂംസിൽ അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാറുണ്ടോ? അതെല്ലാം അമ്മമാരും മക്കളോട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. അവരത് കേൾക്കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ആ ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. പിന്നെ ബാക്കി അവരുടെ കംഫർട്ടും അവരുടെ കാര്യങ്ങളും എല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കിങ്ങനെ സിനിമയുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് ഒരു മുറി ഒരു കെട്ടിലാണോ, ഒരു കെട്ടിൽ ഒരു മുറിയാണോ, അത് കുറേ പ്രാവശ്യം വീണ തന്നെ മാറ്റിമറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അല്ല, അതെല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്നൊരു സംഭവമാണ്. എല്ലാവരും ഒരു മുറി ഒരു കെട്ടിൽ എന്നല്ലേ പറയാം, ഒരു കട്ടിലൊരു മുറി എന്ന് പറയില്ലല്ലോ. അങ്ങനെ പറയാനുണ്ടാവുന്ന കാരണം എന്തായിരിക്കും എനിക്ക് അറിയത്തില്ലേ. അല്ല, ഒരു സെന്റൻസിൽ അങ്ങനെ അങ്ങനെങ്കിലും പറയൂ. എനിക്കറിയാം, ഒരു കട്ടിൽ ഒരു മുറിക്കകത്തിലേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ അങ്ങനെ. ഇനി ചേച്ചി പറയൂ. ആ കട്ടിലിനും ആ കട്ടിലിന് ആ മുറിയുമായി അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടല്ലേ. പിന്നെ പലേരി സാറിന്റെ ഒരു എഴുത്തും അദ്ദേഹത്തിന്റെ ഒരു ക്വർക്കിനെസ് ഉണ്ട്. ഒരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലോ അദ്ദേഹത്തിന്. ഭയങ്കര ഡിഫറെന്റ് സെൻസ് ഓഫ് ഹ്യൂമർ അവളിയുടെ. ചേച്ചിയോട് ഞാൻ ഒരു ടെൻഷനോട് പറഞ്ഞോട്ടെ. ടെൻഷൻ പറയൂ. വീണ്ടും മറന്നുപോയി. ഒരു കട്ടിൽ ഒരു മുറിയാണ്. ഒരു കട്ടിൽ ഒരു മുറി. ഓക്കെ, ഒരു കട്ടിൽ ഒരു മുറി. ആ സിനിമയ്ക്ക് എല്ലാവിധ പൊന്നു വീണ. അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറിയാൽ എന്താ, സിനിമയാണ്. അതൊരു ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഗംഭീരമാകട്ടെ. ചേച്ചിയുടെ ഫിലിം കരിയർ ബ്ലൂം ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ചേച്ചി. വീണയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേച്ചി. താങ്ക് യു. പനിയെല്ലാം മാറട്ടെ. ഇത്രയും വയ്യാതെ എനിക്കാ പനി കൂടുതൽ. തൊടുമറിയാലോ. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. എല്ലാം നന്നായി നടക്കട്ടെ. താങ്ക് യു വീണ. താങ്ക് യു സോ മച്ച്. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം? സാധ്യമാക്കാം RAG ഇമിഗ്രേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ചുകൾ.